ഹലോ കൂട്ടുകാരെ, വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്കൊരു എക്സൽ ടൈപ്പിലുള്ള ഒരു ഷർട്ടിനെ എങ്ങനെ നമുക്ക് ആം, കുറച്ച് സൈഡൊക്കെ ഒന്ന് കുറച്ച് എൽ ഷേപ്പിലോട്ട് മാറ്റാം. അപ്പോൾ അതിനായി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഒരു ഷർട്ട് എടുക്കാം. ഇനി ഷർട്ടിൽ നമുക്ക് കറക്റ്റ് അളവുള്ള ഒരു ഷർട്ട് കൂടെ വെച്ച് സൈഡ് എത്രയാണ് നമുക്ക് ആവശ്യമുണ്ട് അത് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഷോൾഡർ കറക്റ്റായിട്ട് നമുക്ക് അളവിലുള്ള ഷർട്ടും ഈ ഷർട്ടും തമ്മിൽ ഷോൾഡർ കറക്റ്റായിട്ട് ജോയിൻ ചെയ്തിട്ട് ലെങ്തും വിഡ്ത്തും ഒക്കെ കറക്റ്റായിട്ട് ഒന്ന് അടയാളപ്പെടുത്തിയെടുക്കാം. നമുക്കിതിൽ വേറെ ഒന്നും ചെയ്യേണ്ടി വരില്ല. സൈഡ് മാത്രം ഇതുപോലെ ഷോൾഡർ കറക്റ്റായിട്ട് പിടിച്ച് വെച്ചിട്ട് ആ കൈക്കുഴിയുടെ ഭാഗവും ബാക്കിയുള്ള സൈഡ് ഭാഗവും കൂടെ നമുക്കിതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ മറ്റേ സൈഡും കറക്റ്റായിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ നമ്മുടെ കയ്യിൽ വലുതായിട്ട് കിടക്കുന്ന എല്ലാ ഷർട്ടുകളും ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു സൈഡ് നമുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കൈക്കുഴിയുടെ ഭാഗം കൈ ഫുള്ളായിട്ട് നമുക്ക് മാർക്ക് ചെയ്യേണ്ട. കൈയുടെ എൽബോയുടെ ആ ഭാഗത്ത് നിന്ന് കൈക്കുഴിയും ബാക്കി സൈഡും കൂടെ അത്രയും മാർക്ക് ചെയ്താൽ മതിയാവും. കൈ മടക്കി വെക്കുമ്പോൾ നമുക്ക് ആ പ്രശ്നം അറിയില്ല. അപ്പോൾ ഇതുപോലെ മറ്റേ സൈഡ് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ ചുരിദാർ ഷേപ്പ് ചെയ്യും പോലെ തന്നെയാണ് ഇതും ഷേപ്പ് ചെയ്യുന്നത്. വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇതെപ്പോഴും നമ്മൾ ഷർട്ടിന് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ലൈൻ വേണം വരയ്ക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ചുരിദാർ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളൊന്ന് കർവ് ചെയ്ത് വരയ്ക്കും. ഇതിൽ സ്ട്രെയിറ്റ് ലൈൻ വേണം വരയ്ക്കാൻ, ഇല്ലെങ്കിൽ അറിയാൻ പറ്റും. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നന്നായിട്ട് അയൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് മെഷർമെൻറ്റ് ഇതിപ്പോൾ ഡബിൾ XL നമുക്ക് XL ആയിട്ടുണ്ട്. നമുക്ക് ഷോൾഡർ കുറയ്ക്കുകയാണെങ്കിൽ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഇതിപ്പോൾ ഞാൻ ഷോൾഡർ കുറച്ചിട്ടില്ല, ബാക്കി ഭാഗമാണ് കുറച്ച് ഇതുപോലെ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും എൻ്റെ പഴയ വീഡിയോകളൊക്കെ കാണണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.